ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ അവറിൻ്റെ മറ്റൊരു കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ദാൽ ചിക്കോളി എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ദാൽ ചിക്കോളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു അരക്കപ്പ് പരിപ്പെടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാറിനൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പില്ലത് തന്നെയാണ്. അത് കുക്കറിലിട്ട് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലടിക്കാൻ വേണ്ടി വെക്കുക. ആ സമയത്ത് തന്നെ നമ്മളൊരു പാത്രത്തിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയെടുത്ത് അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനാണ്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ച് എക്സാക്റ്റ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ സെയിം കാര്യം തന്നെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലുള്ള ഒരു പേരില്ലാത്ത പലഹാരത്തിൻ്റെ ഒരു റെസിപ്പി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ട ശേഷം ചേട്ടായുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ദിലീപ് എന്ന് പേരുള്ള. അപ്പോൾ പുള്ളിക്കാരനാണ് ഇങ്ങനൊരു നോർത്ത് ഇന്ത്യൻ ഡിഷിനെ പറ്റി പറഞ്ഞു തന്നതും റെസിപ്പി പറഞ്ഞു തന്നതും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഒരു യൂസ്ഫുൾ ആയിട്ട് മലയാളികൾ ആരും തന്നെ ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോയാണ് ഈ ഒരു ദാൽ ചിക്കോളിയുടെ. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇന്ന് ഈ ഒരു കുക്കിംഗ് ബ്ലോഗിലേക്ക് വന്നത് തന്നെ. അപ്പോൾ എനിക്കും ഇതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റോ കാര്യങ്ങളോ അറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അതിനുവേണ്ടി ഞാൻ ചെറിയ ഉരുളകളാക്കി ഇതാ ഇവിടെ ഒരു ചപ്പാത്തി മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി പരത്താൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ചപ്പാത്തി പരത്തുക. പിന്നെ ഈ ഒരു ഡിഷിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ ടിഫിനൊക്കെ ആയിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പറ്റുന്ന, എപ്പോഴും ചപ്പാത്തി അല്ലെങ്കിൽ കറിയും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ടിഫിനായിട്ട് കൊടുത്തു വിടാൻ പറ്റുന്ന വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഈ ഒരു ദാൽ ചിക്കോളി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചപ്പാത്തി പരത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനെ ചെറിയ പീസാക്കിയിട്ട് ഇതാ ഇങ്ങനെ മുറിച്ചെടുക്കണം. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ലൈക്ക് കമൻറ്റ് ബട്ടണിലൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ടും കമൻ്റ് ഇടാനും ഒന്നും മറന്നു പോയേക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തി പരത്തിയത് ഇങ്ങനെ ചെറിയ പീസുകളാക്കി മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പാന് അടുപ്പിൽ തീ കത്തിക്കുക, പാൻ എടുത്ത് അടുപ്പിൽ വയ്ക്കുക. പാൻ ചൂടായി കഴിയുമ്പം സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കടുകിടുക. ഓയിൽ ചൂടായ ശേഷം വേണേ കടുകിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് 1 സ്പൂണ് ജീരകം, നല്ല ജീരകമാണ്, അതും കൂടി ചേർക്കുക. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫുഡ് ഐറ്റമാണ് ദാൽ ചിക്കോളി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഒരുപാടൊന്നും വേണ്ട, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി 1 സ്പൂണ് മതി. എന്നിട്ടൊരു ജസ്റ്റ് ഒരു 10 സെക്കൻഡ് അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സവാള ചെറുതായി കൊത്തി എരിഞ്ഞത് 1 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മുഴുത്തതായതുകൊണ്ടാണ് ആ 1 എണ്ണം അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി ഞാനൊരു കുറച്ച് ഉപ്പും കൂടി ഇതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി പരത്തുന്ന സമയവും ആ സമയത്ത് തന്നെ പരിപ്പ് വേകുന്ന സമയവും അത്രേ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മുഴുത്ത തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കൂടെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൽ കറിവേപ്പില ഇടാൻ വേണ്ടി ആദ്യം ഇടണമായിരുന്നു. കടുക് പൊട്ടിച്ച് കഴിയുമ്പോഴേ കറിവേപ്പില ഇടുന്നത് നല്ലതായിരുന്നു. ഞാനത് ഇടാൻ ജസ്റ്റ് മറന്നുപോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ആഡ് ചെയ്തത്. അതിനുശേഷം ഇതാ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പരിപ്പും അതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഒരു പാനിലേക്ക് വഴറ്റി വെച്ചതിലേക്ക് ഒഴിച്ചു നന്നായി ഇളക്കി. അതിൻ്റെ കൂടെ 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക, ഉപ്പിടണം. അതിനുശേഷം നമ്മൾ ഈ ചെറിയ കഷ്ണങ്ങളാക്കി വച്ചിരുന്ന നമ്മുടെ ചപ്പാത്തീൻ്റെ ആ ഒരു ചെറിയ പീസ് കഷ്ണങ്ങൾ നമ്മൾ അതിലേക്ക് ഇടണം.
നമ്മൾ ഇടണം. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല, അല്ലാത്ത രീതിയിൽ തന്നെ ഇടുക. എന്നിട്ട് വലിയ കാര്യമായിട്ട് ഇളക്കരുത്. അത്യാവശ്യം ഒന്ന് തട്ടിമുട്ടി വെച്ച ശേഷം അത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റോളം വെക്കുക. അപ്പോൾ ഇതാ 3 മിനിറ്റിന് ശേഷം ഇതാ നല്ല അടിപൊളിയായിട്ട് ദാൽ ചിക്കോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയുമേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ടിഫിൻ കൊടുത്തു വിടാനും ഒക്കെ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ദാൽ ചിക്കോളി. അപ്പോൾ എൻ്റെ ഈ നോർത്ത് ഇന്ത്യൻ ദാൽ ചിക്കോളി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോയേക്കരുത്. അതുപോലെ ഈ ഒരു ഫുഡ് ഐറ്റം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.